اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها المؤمنون، أوصيكم وإياي أولا بتقوى الله. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരിക്കൽ സ്വഹാബാക്കളോട് പറയുകയാണ്, അല്ലയോ സ്വഹാബത്തെ, നിങ്ങളാരെങ്കിലും മരണപ്പെട്ട് നിങ്ങളെ ഖബറടക്കിയാൽ നിങ്ങളൊരു സ്വർഗാവകാശിയാണെങ്കിൽ എല്ലാ രാവിലും വൈകിട്ടും നിങ്ങൾക്ക് ആ സ്വർഗത്തെ കാണിക്കും. ഇനി നിങ്ങളെങ്ങാനും ഒരു നരകാവകാശിയാണെങ്കിലോ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഖബറിൽ എല്ലാ രാവിലും വൈകിട്ടും എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾക്ക് നരകത്തെ കാണിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്ദർഭങ്ങളിൽ സ്വഹാബാക്കളോട് പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. സ്വഹാബത്തെ, നിങ്ങൾ അല്ലാഹുവോട് ഖബറിലെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ രക്ഷ ചോദിക്കേണ്ടതുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഖബറിലെ ചില ശിക്ഷകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മരിച്ച ഞാനും നിങ്ങളും മണിക്കൂറുകൾക്കപ്പുറം നമ്മളെ കൊണ്ടുപോയി ഖബറടക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളും മറ്റും ആ ഖബറിൽ നിന്നും തിരിച്ചു പോന്നാൽ ആ ചെരുപ്പിൻ്റെ വാരടി ശബ്ദം പോലും നമ്മൾ കേൾക്കുമെന്നാണ്. അങ്ങനെ അവരെല്ലാവരും തിരിച്ചു പോന്ന് അവിടേക്ക് മലക്കുകൾ വന്ന് ആരംഭിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷ ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിലൂടെ ഖബർ ശിക്ഷയിൽ നിന്നും ഖബറിലെ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രിയപ്പെട്ടവരെ, തൗഹീദ് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് ജീവിതത്തിൽ ഒരു വ്യക്തി മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഖബറിൽ രക്ഷയുണ്ടാകുന്ന റസൂലുള്ളാഹി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ മരിച്ച് ഖബറടക്കിയാൽ മലക്കുകൾ ചോദിക്കാൻ വരുന്ന, അവിടുന്ന് ചോദിക്കും, മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക. വിശ്വാസിയായ വ്യക്തി സുന്ദരപൂർവം പറയും, റബ്ബി അല്ലാഹ്, ദീനി അൽ ഇസ്ലാം. പ്രവാചകനെ കുറിച്ച് ചോദിക്കുമ്പോൾ റസൂലിനെ കുറിച്ച് സുന്ദരമായി വിശദീകരിച്ചു കൊടുക്കും. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അവർക്ക് ആ ഖബറിൽ സ്വർഗീയ അനുഭൂതികളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ മലക്കുകൾ അവനോട് ചോദിക്കും പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ചോദ്യമാണ്, നീ എങ്ങനെയാണ് വമാ യുദ്രിക്, എങ്ങനെയാണ് നീ കാര്യങ്ങൾ മനസ്സിലാക്കിയത്? സ്വർഗാവകാശിയായ തൗഹീദുള്ള മുവഹിദായ വ്യക്തി പറയും, ഖറഅതു കിതാബല്ലാഹി ഫആമൻതു ബിഹി ഫസദ്ദഖതു.
ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതി, അത് വായിച്ചു, അത് പഠിച്ചു, അത് വിശ്വസിച്ചു, അത് സത്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണോ? ഖബറിൽ സ്വർഗത്തിന്റെ അനുഭൂതികൾ വേണോ? വായിക്കാനും പഠിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ മുറുകെ പിടിക്കാനും സാധിക്കണം. അത്തരം ആളുകൾക്ക് ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്ന നമ്മുടെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലിനോട് ചോദിക്കേണ്ട, റസൂലേ, ഖബറിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുക? വഅന ഇംറഅത്തുൻ ദഈഫ, ഞാനൊരു ദുർബലയായ സ്ത്രീയല്ലേ, എന്നെ പോലെയുള്ള അനേകായിരം സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്ക് എങ്ങനെ ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും? കണ്ടാൽ തന്നെ പേടി തോന്നിക്കുന്ന ഒരു വലിയ മലക്കുള്ള സമയത്ത് റസൂലെ ഞങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാൻ സാധിക്കും? റസൂലുള്ള പറയാണ്, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. തൗഹീദ് ഉള്ളവർക്ക്, ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അള്ളാഹുവോടല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാത്തവർക്ക്, ഇസ്തിഗാസ നടത്താത്തവർക്ക്, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ജാറങ്ങളിലേക്കും മഖബറകളിലേക്കും ഏതെങ്കിലും മൺമറഞ്ഞു പോയ മഹാത്മാവിലേക്കും ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളിലേക്കും ചെന്ന് അഭയം പ്രാപിക്കാതെ എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ബരമേൽപ്പിച്ച വ്യക്തികൾക്ക്, അത്തരം മുവഹിദുകൾക്ക് പ്രിയപ്പെട്ടവരെ, ഖബറിൽ പടച്ച റബ്ബ് സ്ഥൈര്യം നൽകുന്ന മലക്കുകളുടെ ചോദ്യത്തിൽ ഉത്തരം പറയാൻ അവർക്ക് സാധിക്കും. ഇനി എങ്ങാനും അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, വഅമ്മൽ മുനാഫിഖു വൽ കാഫിർ, ഇനി എങ്ങാനും അവരിൽ മുനാഫിക്കും കാഫിറുമാണ്, അവനോടും ഇതേ ചോദ്യ, മാ റബ്ബുക മാ ദീനു മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക, റബ്ബാര ദീനേത, പ്രവാചകനെ കുറിച്ച് ചോദ്യം. അവന് പറയും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല. അവനോട് മലക്കുകൾ പറയുമെന്ന, ലാ ദറൈത വലാ തലൈത്, എടാ മനുഷ്യ, ദുനിയാവിൽ 20 കൊല്ലം 30 40 50 60 കൊല്ലം നിനക്ക് പടച്ച റബ്ബ് ആയുസ് നൽകിയിട്ട് ലാ ദറൈത വലാ തലൈത്, നീ പഠിച്ചില്ല, നീ വായിച്ചില്ല, നീ പടച്ച റബ്ബിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് നീ വായിച്ചില്ല, പഠിച്ചില്ല. നീ ജനങ്ങളുടെ കൂടെ കൂടിയായിരുന്നു. ജനങ്ങളെല്ലാം ഇസ്ലാമിനെ പരിഹസിച്ചപ്പോൾ, കളവാക്കിയപ്പോൾ, പുച്ഛിച്ചപ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ, പ്രവാചകനെ അറിയാതെ, അള്ളാഹുവിന്റെ മഹത്വങ്ങളെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച് അറിയാതെ നീ താൻ തോന്നിവാസിയായി ജീവിച്ചു. അതുകൊണ്ട് ഹദീസിന്റെ ബാക്കിയിൽ പറയുകയാണ്, വയുദറബു ബിമത്താരിഖ മിൻ ഹദീദിൻ ദർബതൻ ഫയസീഹു സയ്ഹതൻ യസ്മഉഹാ മൻ യലീഹി ഗൈറ സഖലൈൻ. പ്രിയപ്പെട്ടവരെ, അവനെ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അടിയടിക്കുമെന്നാണ്. മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാവരും ഖബറിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന അടിയുടെ ശബ്ദത്തെ കേൾക്കുന്ന, പടച്ചറബിന്റെ കൽപ്പനകൾ കേൾക്കാതെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത വ്യക്തികൾക്ക് മുമ്പിൽ പോയി അഭയം പ്രാപിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ഖബറിൽ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷകളാണ്, വലിയ തിന്മകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് താങ്ങാനോ അത് സഹിക്കാനോ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമുക്കതിന് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായി, ഖബർ ശിക്ഷയിൽ രക്ഷ നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ ദുനിയാവിലെ ജീവിതം അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതെന്ന് അവസാനിക്കുമെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ അറിയില്ല. എപ്പോൾ അവസാനിക്കേണ്ടി വന്നാലും, എപ്പോൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മത്സരിച്ച് മുന്നേറേണ്ടതുണ്ട്. സൽക്കർമ്മം ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രിയപ്പെട്ടവരെ, ഖബറിലും ശേഷം പരലോകത്തും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മസലു ഇബ്നി ആദം വമാലിഹി വഅമലിഹി മിസ്ലു റജുലിൻ ലഹു സലാസത്തു അഖില്ല. ഒരു മനുഷ്യന്റെ സമ്പത്തും അവന്റെ മക്കളും അവന്റെ അമലുകളും അവന്റെ 3 കൂട്ടുകാരെ പോലെയാണ്. എന്താ 3 കൂട്ടുകാർ? ഒന്നാമത്തെ കൂട്ടുകാരൻ അവന്റെ മരണം വരെ അവന്റെ കൂടെ ഉണ്ടാവുള്ളൂ. അതേതാ അവന്റെ കൂട്ടുകാരൻ? അവന്റെ സമ്പത്താ. നമ്മുടെ സമ്പത്ത് നമ്മുടെ മരണം വരെ കൂടെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ അവന്റെ കൂട്ടുകാരൻ അവന്റെ മക്കളാണ്. ആ മക്കള് ഖബർ വരെ കൂട്ടിനുണ്ടാകുള്ളൂ. മൂന്നാമത്തെ അവന്റെ കൂട്ടുകാരനാണ് അവന്റെ സൽക്കർമ്മങ്ങൾ. അന മഅക ഹയ്യൻ വമയ്യിതൻ, ഞാൻ നിങ്ങളുടെ കൂടെ നിന്റെ ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകും. ഫദാലിക അമലുഹു, അത് പ്രിയപ്പെട്ടവരെ അവന്റെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിലും മരണത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകും. സമ്പത്ത് മരണം വരെ, മക്കൾ ഖബർ വരെ, സൽക്കർമ്മങ്ങളുണ്ടോ അത് ഈ ലോകത്തും പരലോകത്തും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വമൻ അമില സ്വാലിഹൻ ഫലി അൻഫുസിഹിം യംഹദൂൻ. വമൻ അമില സ്വാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം ഫലി അൻഫുസിഹിം യംഹദൂൻ,
അവർക്ക് തന്നെ സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ല അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യഅനി അന്നൽ അമല സ്വാലിഹ് യകൂനു മിഹാദൻ ലിസ്വാഹിബിഹി ഫിൽ ഖബർ. സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ഒരു വ്യക്തിക്ക് പ്രിയപ്പെട്ടവരെ അവന്റെ ഖബറിൽ അവനൊരു വിരിപ്പുണ്ടാക്കുകയാണ്. അവന്റെ ഖബറിലെ സുഖജീവിതത്തിന് വേണ്ടി അവൻ തയ്യാറാവുകയാണ് അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ കാണാൻ പറ്റും, മഹാനായ റസൂലുള്ളാഹി പറയാണ്, ഒരു വിശ്വാസിയായ വ്യക്തി, സൽക്കർമ്മം ചെയ്ത വ്യക്തി ഖബറിൽ കടക്കണ വേളയിൽ വയതിഹി റജുലുൻ ഹസനുൽ വജ്ഹി ഹസനുസ് സിയാബി ത്വയ്യിബുർ റീഹി, സുന്ദരനായ, കാണാൻ നല്ല ഭംഗിയുള്ള മുഖമുള്ള, നല്ല വസ്ത്രം ധരിച്ച, നല്ല സുഗന്ധമുള്ള വ്യക്തി അവന്റെ ഖബറിൽ വരുന്ന, എന്നിട്ട് അവനോട് പറയും, അബ്ശിർ ബില്ലദീ യസുറു ഹാദാ യൗമുകല്ലദീ കുൻതു തുഅദ് ഫയഖൂലു മൻ അൻത. മനോഹരനായ, കാണാൻ ഭംഗിയുള്ള, നല്ല വസ്ത്രം ധരിച്ച, സുഗന്ധം പൂശിയ വ്യക്തി ഖബർ വന്നിട്ട് പറയാണ്, സന്തോഷിച്ചോ, നീ ഭയപ്പെടണ്ട. ഈ വ്യക്തി ചോദിക്കും, നീ ആരാണ്? അവൻ പറയും, പ്രിയപ്പെട്ടവരെ, ഇന്നാ അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്. ഖബർ കിടക്കുമ്പോൾ സുന്ദരന്മാരായി മലക്കുകൾ, നമ്മുടെ സുന്ദരന്മാരായ വ്യക്തികളുടെ രൂപത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ ഖബറിലെത്തുന്ന. ഇനി എങ്ങാനും തിരിച്ചാണെങ്കിലോ, അവിടെ ഖബറിലേക്ക് വരിക ചീത്ത കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന, ദുർഗന്ധം വമിക്കുന്ന വ്യക്തികളാണ് തിന്മകളായിക്കൊണ്ട് ഖബറിലേക്ക് വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മകളുടെ പിന്നാലെ നമ്മൾ പോകരുത്, നന്മകളിലേക്ക് മനുസരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മറ്റൊരു ഹദീസിൽ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി പറയാണ്, ഒരു വ്യക്തി മരിച്ച് ഖബറടക്കിയാൽ ഫഇൻ കാന മുഅ്മിനൻ കാനത്തി സ്വലാത്തു ഇൻദ റഅസി, ആ മരണപ്പെട്ട വ്യക്തി മുഅ്മിനാണെങ്കിൽ നിസ്കാരം അവന്റെ തലയുടെ ഭാഗത്ത് വരുന്ന, വകാന സൗമു അൻ യമീനി, അവന്റെ നോമ്പ് അവന്റെ വലതു ഭാഗത്ത് വരും, വകാനത്തി സകാത്തു അൻ യസാരി, അവന് കൊടുത്ത സക്കാത്ത് അവന്റെ ഇടതു ഭാഗത്തേക്ക് വരും, വകാന ഫിഅലുൽ ഖൈറാത്തി മിനസ് സ്വദഖതി വസ്സലാത്തി വസ്സിലതി വൽ മഅറൂഫി വൽ ഇഹ്സാനി ഇലൻ നാസി ഇൻദ റിജ്ലൈ, അവൻ ചെയ്ത മറ്റു സൽക്കർമ്മങ്ങൾ, സ്വദഖകൾ, അവന്റെ നിസ്കാരങ്ങൾ, അവന്റെ സ്വലാത്തുകൾ, അവന്റെ കുടുംബ ബന്ധം തീർത്ത് അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം അവന്റെ കാലിന്റെ ഭാഗത്തേക്കും വരും. അങ്ങനെ എങ്ങാനും അവന്റെ തലയുടെ ഭാഗത്തൂടെ വല്ല ശിക്ഷയും അവനിലേക്ക് വരുമ്പോൾ നിസ്കാരം പറയും, സമ്മതിക്കൂല. വലതു ഭാഗത്തിലൂടെ വല്ല തിന്മകളും ശിക്ഷകളും അവനിലേക്ക് വരുമ്പോൾ നോമ്പ് പറയും, പറ്റൂല. ഇടത് ഭാഗത്തോടുള്ള ശിക്ഷകളും അവനിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഇടത് ഭാഗത്തൂടെ വല്ലതും വരുന്ന സമയത്ത് സക്കാത്ത് പറയും, സമ്മതിക്കൂല, അവനെ ശിക്ഷിക്കാൻ പറ്റൂല. കാലിന്റെ ഭാഗത്തിലൂടെ വല്ല തിന്മകളും അവനിലേക്ക് വരികയാണെങ്കിൽ അവനോട് മറ്റവന്റെ സൽക്കർമ്മങ്ങൾ പറയും, അവനെ ശിക്ഷിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മരിച്ച് ഖബർ കിടന്നാൽ നമുക്കെത്ര നിസ്കാരമുണ്ട്? അല്ലാഹു എങ്ങാനും രക്ഷിക്കുമാറാകട്ടെ. നമ്മളെ തലയുടെ ഭാഗത്തുള്ള ശിക്ഷയും നമുക്ക് വരുന്നുണ്ടെങ്കിൽ തടുക്കാൻ നമ്മുടെ നിസ്കാരം 20 കൊല്ലം 30 കൊല്ലം നിസ്കരിച്ച നിസ്കാരം അതിന് പ്രാപ്തമാണോ? ശരിക്കും ആലോചിച്ചോളൂ. വലതു ഭാഗത്തൂടെ തിന്മകൾ ശിക്ഷകൾ നേരിടേണ്ടി വരികയാണെങ്കിൽ ആ ശിക്ഷകളെ, നോമ്പിനെ തടുക്കാൻ അത്തരം നോമ്പുകാരെ നമ്മൾ മാറിയിട്ടുണ്ടോ? ഇടത് ഭാഗത്തിലൂടെ എങ്ങാനും ശിക്ഷകൾ വരുമ്പോൾ ആ ശിക്ഷകളെ തടുക്കാൻ മാത്രം സ്വതക്കകളും സകാത്തുകളും നമുക്കുണ്ടോ? കാലിന്റെ ഭാഗത്തിലൂടെ ശിക്ഷകൾ പറയുമ്പോൾ അതിനെ തടുക്കാൻ പ്രിയപ്പെട്ട സൽക്കർമ്മങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. അത് ഖബറിൽ നമുക്ക് വെളിച്ചമാണ്. ഖബറിൽ പ്രയാസപ്പെടുമ്പോൾ, ശിക്ഷകൾ നമ്മളെ നേരെ വരുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷനായി, ഒരു രക്ഷാ കവചമായി പ്രിയപ്പെട്ടവരെ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മാറിത്തീരുമെന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവർ, മൂന്നാമതായി കൊണ്ട് ഖുർആൻ പാരായണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുത്തറജുലു ഫീ ഖബരിഹി ഇദാ ഉതിയ മിൻ ഖിബ്ലി റഅസിഹി ദഫഅതുഹു തിലാവത്തുൽ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ ഖബർ വെക്കുന്ന സമയത്ത് തലയുടെ ഭാഗത്തുകൂടി ശിക്ഷ വരുമ്പോൾ ദഫഅതുഹു തിലാവത്തുൽ ഖുർആൻ, ദഫഅതുഹു തിലാവത്തുൽ ഖുർആൻ, അവൻ ഓതിയ ഖുർആനിന്റെ പാരായണമുണ്ടല്ലോ, അതവനൊരു പ്രൊട്ടക്ഷനായി പ്രിയപ്പെട്ടവരെ അവന്റെ തലയുടെ ഭാഗത്തുകൂടി ഒരു ശിക്ഷയെ അത് തടയുക തന്നെ ചെയ്യും. നമ്മൾ ഓതിയ ഖുർആൻ ഉണ്ടല്ലോ, ഖബറിൽ ശിക്ഷ ഉണ്ടാകുമ്പോൾ ആ ശിക്ഷകളെ തടുക്കാൻ ഓതിയ ഖുർആൻ കാരണമാകും. സാന്ദർഭികമായി കൊണ്ട് ചോദിക്കുകയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്തുൽ കഹ്ഫ് പുണ്യമുള്ള ദിവസം. ഇന്ന് ഈ പള്ളിയിലിരിക്കുന്ന എത്ര ആൾക്ക് അത് ഓതാൻ പറ്റിയിട്ടുണ്ട്? ഒരു വെള്ളിയാഴ്ചയായിട്ട് പോലും സൂറത്തുൽ കഹ്ഫ് ഓതാൻ ഏറെ പ്രതിഫലമുള്ള ദിവസമായിട്ട് പോലും പ്രിയപ്പെട്ടവരെ നമ്മളത് ഓതിയിട്ടില്ലെങ്കിൽ മരിച്ച് ഖബർ കിടക്കുമ്പോൾ ഖുർആൻ നമുക്ക് നേരിടുന്ന ശിക്ഷകളെ എങ്ങനെയാണത് തടുക്കുക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, സൂറത്തുൻ തബാറക ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തുൽ മുൽക്കാണ്.
അത് ഓതുന്നവന്, അതാരെങ്കിലും എന്നും രാത്രി ഓതുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവന് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷയുണ്ട് എന്ന. കേവലം 30 ആയത്ത് മാത്രമുള്ള സൂറത്താണ്. അതറിയാത്ത ഒരാളും നിന്റെ മുമ്പിലില്ല. ആ സൂറത്തുൽ മുൽക്ക് ഒരു പക്ഷെ നമുക്ക് ഭൂരിഭാഗം പേർക്കും ഹിഫ്ളാണ്. ഇന്നലെ രാത്രി നമ്മളിൽ എത്ര പേർക്ക് അത് ഓതാൻ പറ്റിയിട്ടുണ്ട്? ഇന്ന് മരിച്ച് ഖബറിൽ കടന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ശിക്ഷകൾ ഖബറിൽ ജീവിക്കുന്നവർക്ക്, ഖബറിൽ കിടക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ രക്ഷയാണ് സൂറത്തുൽ മുൽക്ക്. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ആ സൂറത്തിനെ അൽ മാനിഅ എന്നാണ് ഞങ്ങളിൽ അറിയപ്പെട്ടത്. അൽ മാനിഅ എന്ന് പറഞ്ഞാൽ തടയുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ഖബറിൽ നേരിടേണ്ടി വരുന്ന ശിക്ഷകളെ തടയാൻ നമുക്കുള്ള ഏറ്റവും നല്ല മാർഗമാണ് സൂറത്തുൽ മുൽക്ക്. എന്നു രാത്രി ഓതുക. രാത്രി എത്ര സമയം നമ്മൾ റീൽസ് തോണ്ടുന്നുണ്ട്, എത്ര സമയം ഷോർട്സുകൾ കാണുന്നുണ്ട്, എത്ര സമയം അനാവശ്യമായത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മാക്സിമം സൂറത്തുൽ മുൽക്ക് ഓതാൻ നമുക്ക് മതി. എന്നും രാത്രി പ്രിയപ്പെട്ടവരെ അത് ഓതാൻ നമുക്ക് സാധിക്കണം. ഹിയൽ മാനിഅ, ഖബറിലെ ശിക്ഷയിൽ പ്രയാസപ്പെടുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്ന സൂറത്താണ് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മുൽക്ക്. പരമാവധി നമ്മളൊക്കെ അത് ഓതേണ്ടതുണ്ട്. 4-മത്തെ ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വദഖ. ഒരു വ്യക്തി സ്വദഖ കൊടുക്കുക. ഇന്ന സ്വദഖത ലതുസ്ഫിഉ അലാ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി സ്വദഖ കൊടുക്കുകയാണെങ്കിൽ ഖബറിലെ ചൂടിൽ നിന്നും അവനത്, ആ ഖബറിലെ ചൂട് അവന് ആ സ്വദഖയെ കെടുത്തി കളയുന്ന, ആ സ്വദഖ ഖബറിലെ ചൂടിനെ കെടുത്തി കളയും. വഇന്നമാ യസ്തദില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ദില്ലി സ്വദഖ. നാളെ പരലോകത്ത്, നാളെ ഖിയാമത്ത് നാളിൽ ഒരു മുഅ്മിൻ അവൻ കൊടുത്ത സ്വദഖയുടെ തണലിലായിരിക്കുന്ന. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വദഖ കൊടുക്കാൻ സാധിക്കാറുണ്ടോ? എന്നും 1000ങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും വേണ്ട. കൊടുക്കുന്ന സംഖ്യയേക്കാൾ പ്രധാനം കൊടുക്കുന്ന വ്യക്തിയുടെ മനസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ കൊടുക്കുക. അതിലൊരു വിഭാഗം ആരാ? വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വ്യക്തികൾ, അവർക്ക് നാളെ പരലോകത്ത് അർശിന് തണൽ ലഭിക്കുമെന്ന് അള്ളാന്റെ റസൂലുള്ളാഹി പറയുമ്പോൾ നമുക്ക് സാധിക്കാറുണ്ടോ? 1000-ഉം 10,000-ഉം വേണ്ട, 10 രൂപയുള്ളൂ നമ്മളെ കയ്യിൽ, അത് കൊടുത്താൽ മതി. നമ്മുടെ അടുത്ത് എത്ര സമ്പത്തുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, നമുക്ക് എത്ര ആസ്തി ഉണ്ട് എന്ന് അള്ളാഹ്ക്കറിയാലോ. നമുക്കും അള്ളാഹ്ക്കും അത് അറിയാലോ. പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് വേണ്ടി ആരും അറിയാതെ ആളുകളുടെ മുമ്പിൽ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് പറയാനല്ല, ആളുകളുടെ മുമ്പിൽ അവൻ്റെ അടുക്കൽ പോയാൽ നല്ല സമ്പത്ത് കിട്ടുമെന്ന് പറയാനല്ല, അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടത്. അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യമാണ്, റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കുക. ഷഹീദായി മരിക്കും. ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാലി. ഒരു ഷഹീദായി മരിക്കുന്ന വ്യക്തിക്ക് അള്ളാന്റെ അടുക്കൽ 6 പ്രത്യേകത ഉണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ വയുജാറു മിൻ അദാബിൽ ഖബർ. അവന് ഖബർ ശിക്ഷയിൽ നിന്നും അവന് രക്ഷയുണ്ട് എന്ന. അള്ളാന്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ച് അടർക്കളത്തിൽ ശത്രുവിനോട് പോരാടി മരണപ്പെടുന്ന വ്യക്തിക്ക് നാളെ പരലോകത്ത് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷയുണ്ട് എന്ന്. അതുപോലെ തന്നെ മറ്റൊരു മാർഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാന്റെ മാർഗത്തിൽ അതിർത്തി കാവൽ നിൽക്കുക. റസൂലുള്ളാഹി പറയുന്നു, കുല്ലുൽ മയ്യിതി യുഖ്തമു അലാ അമലിഹി ഇല്ലൽ മുറാബിതു ഫഇന്നഹു യൻമു ലഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമ വയുഅമ്മനു മിൻ ഫത്താനിൽ ഖബർ. അള്ളാന്റെ മാർഗത്തിൽ ഒരു വ്യക്തി എങ്ങാനും അതിർത്തി കാവൽ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും മരണത്തോടു കൂടി അവസാനിക്കും. എന്നാൽ ഇല്ലൽ മുറാബിത്ത്, അള്ളാന്റെ മാർഗത്തിൽ കാവൽ നിന്ന വ്യക്തി ഒഴികെ, ഫഇന്നഹു യൻമു ലഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമത്തി വയുഅമ്മനു മിൻ ഫത്താനിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ രക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി പറയാണ്. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, വയറ് സംബന്ധമായ രോഗം വന്ന് മരിക്കുകയാണെങ്കിൽ അവർക്ക് ഖബർ ശിക്ഷയിൽ നിന്നും ഇളവുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ യഖ്തുലുഹു ബത്നുഹു ഫലൻ യുഅസിബ ഫീ ഖബരിഹി. ആരെങ്കിലും ഒരു വ്യക്തി അവൻ്റെ വയറ് കൊല്ലുകയാണ്, ഒരു വ്യക്തിക്ക് അത്തരം രോഗങ്ങളോട് പഠിച്ചപ്പോൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും പഠിച്ചപ്പോൾ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ വയറ് സംബന്ധമായ രോഗം വന്ന് മരണപ്പെടുകയാണെങ്കിൽ ഫലൻ യുഅസിബ ഫീ ഖബരിഹി, അവന് ഖബറിൽ ശിക്ഷിക്കപ്പെടൂല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നും സാധിക്കൂല, അത് അള്ളാഹ് ചില ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അള്ളാഹിൻ്റെ നിഅമത്താണ്. തൗഹീദുള്ള മുവഹിദായ ഒരു വ്യക്തിക്ക് വെള്ളിയാഴ്ച മരണപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അവന് ഖബർ ശിക്ഷയിൽ നിന്നും ഇളവുണ്ടായിരിക്കുന്നു. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. ഏതെങ്കിലും ഒരു വിശ്വാസി
മാമിൻ മുസ്ലിം, ഒരു വിശ്വാസി, ഒരു മുസ്ലിമായ വ്യക്തി തൗഹീദ് ക്ലിയർ ആവണം. തൗഹീദ് ഇല്ലാതെ ജാറത്തിലും മക്ബറയിലും പോയി ഏലസ് മുറുക്കുമായി നടന്ന് വെള്ളിയാഴ്ച മരിച്ചാൽ ഇതുണ്ടാവില്ല. തൗഹീദുള്ള വ്യക്തിയാണോ അവൻ വെള്ളിയാഴ്ച പകലിലോ രാവിലോ മരണപ്പെടുകയാണെങ്കിൽ ഇല്ല വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിലെ ശിക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പടച്ച റബ്ബ് അവന് സുരക്ഷ കൊടുക്കുന്ന അല്ലാഹു തആല നമുക്കൊക്കെ അത്തരം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. അള്ളാനെ ധാരാളമായി ഓർക്കുക. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാനെ ഓർക്കുക എന്ന് പറഞ്ഞാലാണ് അതാണ് ഏറ്റവും വലിയ കാര്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലൂടെ നമുക്ക് ഓതിത്തരുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും അള്ളാഹുവിനെ തൊട്ടുള്ള ദിക്റിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞാൽ, പടച്ച റബ്ബിനെ ഓർക്കാതെ, പടച്ച റബ്ബിന്റെ കൽപ്പനകളെ താക്കീതുകളെ പരിഗണിക്കാതെ ജീവിതത്തിൽ താൻ തോന്നിയായി തന്നിഷ്ടങ്ങൾ പ്രവർത്തിച്ച് ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ഫഇന്നലഹു മഈശതൻ ദൻഖ, അവനൊരു കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാകുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, നാളെ പരലോകത്ത് പടച്ച റബ്ബ് അവനെ അന്ധനായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഈ ഹദീസിനെ വിശദീകരിക്കണ വേളയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ മുഅ്മിന ഫീ ഖബരിഹി ലഫീ റൗദത്തിൻ ഹദറ, ഒരു മുഅ്മിനായ വ്യക്തി അവന്റെ ഖബറിൽ ഒരു പച്ചപ്പാർന്ന നല്ലൊരു സുഖത്തിലായിരിക്കും അവൻ ജീവിക്കുക. ഫയുറഹബു ലഹു ഖബറുഹു 70 ദിറാഅ, അവന്റെ ഖബറിടം അവന് പടച്ച റബ്ബ് 70 മുഴം വിശാലമാക്കി കൊടുക്കും. വയുനവ്വറു ലഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി, 14 രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പടച്ച റബ്ബ് അവന്റെ ഖബർ പ്രകാശപൂരിതമാക്കി കൊടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി അവർ ചോദിക്കുകയാണ്, തദറൂന ഫീമാ ഉൻസിലത് ഹാദിഹിൽ ആയ ഫഇന്ന ലഹു മഈശതൻ ദൻഖ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, നിങ്ങൾക്കറിയുമോ അള്ളാന്റെ ദിക്റിനെ തൊട്ടൊരു വ്യക്തി മുഖം തിരിച്ചു കളഞ്ഞാൽ അവന് കുടുസായ ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുക, നാളെ പരലോകത്ത് അവന് അന്ധനായിരിക്കുമെന്ന ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയുമോ എന്താണ് കുടുസായ ജീവിതമെന്ന്? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, റസൂലേ അങ്ങേക്കും അല്ലാഹുക്കും അറിയാം. റസൂലുള്ളാഹി പറയാണ്, അദാബുൽ കാഫിരി ഫീ ഖബരി, അള്ളാന്റെ ദിക്റിനെ തൊട്ട് അവഗണിച്ച് കളയുന്ന കാഫിറിന് ഖബറിൽ ലഭിക്കുന്ന ശിക്ഷയാണ്. എന്താണ് ആ ശിക്ഷ പ്രിയപ്പെട്ടവരെ? വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ഇന്നഹു യുസല്ലത്തു അലൈഹി 99 തിന്നീനൻ, ഇന്നഹു യുസല്ലത്തു അലൈഹി 99 തിന്നീന, അല്ലാഹുവാണേ സത്യം, അവന്റെ മേൽ 99 തിന്നീൻ നിയോഗിക്കപ്പെടും. അത്തരം ആളുടെ മേല് 99 തിന്നീൻ നിയോഗിക്കപ്പെടും. റസൂലുള്ളാഹി ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, അതദ്റൂന മത്തിന്നീൻ, അല്ലയോ സ്വഹാബത്തെ എന്താണ് തിന്നീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? തിന്നീൻ എന്നാൽ പ്രിയപ്പെട്ടവരെ അത് ഭീകര സർപ്പം എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി പറയാണ്, 70 ഹയ്യത്തുൻ ലികുല്ലി ഹയ്യത്തിൻ 7 റൂസിൻ, അത് 70 പാമ്പുകളാണ്, ഓരോ പാമ്പിനും 7 തലയുണ്ട്. തിന്നീൻ എന്ന് പറഞ്ഞാൽ 70 പാമ്പാണ്. അത്തരത്തിൽ പ്രിയപ്പെട്ടവരെ 99 തിന്നീനിനെ അവന്റെ ഖബറിൽ ഇട്ട് കൊടുക്കുന്ന, ഓരോ തിന്നീനിനും ഓരോ പാമ്പിനും 7 തലകളുണ്ട്. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യൽസഊനഹു വയഖ്ദിശൂനഹു ഇലാ യൗമിൽ ഖിയാമ, യൽസഊനഹു, റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യൽസഊനഹു വയഖ്ദിശൂനഹു ഇലാ യൗമിൽ ഖിയാമ, അവരെ ഖബറിൽ അവനെ മാന്തുകയും ആ പാമ്പുകൾ അവനെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും. 99 × 7 70, ഏകദേശം 48,510 പാമ്പ് അവന്റെ ഖബറിൽ ഉണ്ടാകുന്ന. അള്ളാന്റെ ദിക്റിനെ തൊട്ട് മുഖം തിരിച്ചു കളഞ്ഞാൽ ഖബറിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ 48,510 പാമ്പിന്റെ കൊത്തും അവരുടെ മറ്റു പ്രയാസങ്ങളും ശിക്ഷകളും നേരിട്ട് കടക്കേണ്ടി വരുന്ന തോന്നിവാസികളായി, ഏറ്റവും ദുർഭാഗ്യവാന്മാരായി അത്തരം ആളുകൾ മാറിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ജീവിതത്തിൽ എപ്പോഴും അള്ളാഹനെ ഓർക്കാനും അതിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഊസികും വഇയ്യായ സാനിയ ബിതഖ്വല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന്
ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പടച്ചോനെ ഖബറിലെ ശിക്ഷ അത് താങ്ങാൻ പറ്റൂല, എന്നെ രക്ഷിക്കണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട്, വഹുവ യതഅവ്വദു മിൻ അസാബിൽ ഖബർ എന്ന പ്രവാചകനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവോട് രക്ഷ ചോദിക്കുമായിരുന്നു എന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഫറഗ അഹദുകും മിന അത്തശഹുദിൽ ആഖിർ ഫൽയതഅവ്വദ് ബില്ലാഹി മിൻ അർബഇൻ മിൻ അസാബി ജഹന്നം വമിൻ അസാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരിൽ മസീഹിദ് ദജ്ജാൽ. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ആരെങ്കിലും അവസാന തശഹുദ് നിസ്കാരത്തിലെ അവസാന തശഹുദിലെത്തിയാൽ വിരമിച്ചാൽ നിങ്ങൾ 4 കാര്യങ്ങൾ തൊട്ട് അള്ളാഹുവിന്റെ രക്ഷ തേടണം. ഏതാ 4 കാര്യം? ഒന്ന് പ്രിയപ്പെട്ടവരെ, നരകശിക്ഷയാണ്. ഇന്ന അദാബഹ കാന ഗറാമ, ആ നരകശിക്ഷ താങ്ങാനും നമ്മളെ കൊണ്ട് കഴിയില്ല, അത് വലിയ ശിക്ഷയാണ്. വല്ലാഹി റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവാണേ സത്യം, ലൗ തഅലമൂന മാ അഅലം, സ്വഹാബത്തെ ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലദഹിക്തും ഖലീലാ വലബകൈതും കസീറ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുള്ളൂ, ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. ആ നരകശിക്ഷ തൽഫഹു വുജൂഹുഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹുഹുമുൻ നാർ, താറ് കൊണ്ടുള്ള വസ്ത്രമാണ് നരകത്തിൽ ഉണ്ടാകുക എന്ന ആ ശിക്ഷയിൽ നിങ്ങൾ രക്ഷ തേടണമെന്ന് റസൂലുള്ളാഹി പറയാണ്. രണ്ടാമത്തെ റസൂലുള്ളാഹി പറയുന്നു, വമിൻ അസാബിൽ ഖബർ, ഖബർ ശിക്ഷ, തിന്നീന് പോലെയുള്ള പാമ്പുകൾ ഖബറിൽ വരികയാണെങ്കിൽ, ഖബറിൽ കഴിഞ്ഞ ഖുതുബിൽ സൂചിപ്പിച്ചതുപോലെ അത്തരം ശിക്ഷകൾ നേരിടേണ്ടി വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്നവരുടെയും മരണത്തിൻ്റെയും കുഴപ്പത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിന്റെ രക്ഷ ചോദിക്കണം. നാലാമതായി പറഞ്ഞു, വമിൻ ശർരിൽ മസീഹിദ് ദജ്ജാൽ, മസീഹിദ് ദജ്ജാലിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ എല്ലാ ശിക്ഷകളിൽ നിന്നും ഈ എല്ലാ ഫിത്നകളിൽ നമ്മളൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയൊക്കെ പടച്ചറബവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചിറമ്മ കൂട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ടും സ്വാലിഹായ സന്താനങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാം പടച്ചിറബ് സ്വാലിഹങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകായിരങ്ങളുണ്ട്. ഈ ഒരു വെള്ളിയാഴ്ച പോലും പള്ളിയിലേക്കൊന്ന് വരാൻ സാധിക്കാതെ ഇന്നും മരുന്ന് മണക്കുന്ന ബെഡുകളിൽ മൂത്രിക്കുകയും കാഷ്ടുകയും ചെയ്യേണ്ട ആളുകളുണ്ട്. അവർക്കെല്ലാം പടച്ചിറബ് ശിഫ പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മിനൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.